ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ട സാരീസാണ് കേട്ടോ. ഇത്തിരി ഒന്ന് സ്റ്റിഫായി നിൽക്കുന്ന പോലത്തെ കോട്ട സാരീസ് എന്ന് ഉടുത്താൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന സാരീസുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാൽ നമ്മൾ മുന്നേയും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഒരുപാട് എൻക്വയറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പീസസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വേഗം കാണാം. ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ്, നമ്പർ 1 ആണ്. ഇതേപോലെ കോൺട്രാസ്റ്റ് കളർ ബോർഡറും ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതേപോലെ ഒരു ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബോർഡേഴ്സും നല്ല ഭംഗിയുള്ള ഒരു പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ പല്ലു വരുന്നത് ഇതേപോലെയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. 1 ലെയറിലെടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക. കോട്ട സാരീസാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. സീ ത്രൂ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പല്ലു ഇതേപോലെ വരിക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരിക. ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ബോർഡറിൻ്റെ കളറ് പ്യുവർ കോട്ടണിലാണ് ബ്ലൗസ് വരുന്നത്. ഒരു പിങ്കിഷ് കളറാണ് വരുന്നത്. ബോർഡർ ആ ഒരു സാരിയുടെ കളറാണ് വരിക. ഇത് കോട്ടൺ ആണ് വരുന്നത്. ഇത് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കഴുകണം കേട്ടോ. കണ്ടോ, കോട്ടണിലാണ് വരുന്നത്. ബ്ലൗസും അതെ നല്ലൊരു കോട്ടൺ ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വാഷ് കെയർ എടുക്കുക കേട്ടോ. ഡ്രൈ ക്ലീനിങ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1349 കേട്ടോ. 1349 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് സാരി നമ്പർ 2 ആണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു ആഷ് ഗ്രേ കളറും യെല്ലോ ബോർഡറായിട്ടാണ് വരുന്നത്. ഇതേപോലെ ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. കോട്ട സാരീസാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഫുൾ ഓപ്പൺ ആക്കുന്നില്ല, ഇത് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെ വരിക. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 1349 കേട്ടോ. 1349. പല്ലു ഇങ്ങനെയാണ് വരിക. ആ ഒരു കോൺട്രാസ്റ്റിൽ ഡിസൈനായിട്ട് ആണ് പല്ലു വരിക. കണ്ടോ, ഇവിടെ ഉണ്ട്. ബാക്കി ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കാത്തത് കേട്ടോ. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതൊരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന കോട്ട സാരി ആണ്. ഇതേപോലെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. പല്ലു ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഈ ഒരു കളർ ഒരു ഗ്രീനിൻ്റെയും കൂടെ ഒരു മിക്സാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു വേറെ കളറായിരിക്കും. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ചില കളറുകൾക്ക് അങ്ങനെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതും ഏകദേശം ഈ ഒരു കളർ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. ബ്ലൗസ് ഇങ്ങനെയാണ് വരിക. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയിൽ അയൺ ചെയ്ത് പ്ലീറ്റ്സൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ബ്ലൗസ് നല്ല പ്രോപ്പറായിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സീ ത്രൂ ഒരു പ്രോബ്ലം ആവില്ല. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതേട്ടോ. പല്ലുവിൻ്റെ ഇങ്ങോട്ടും വരുന്നുണ്ട്. അതൊരു മടക്ക് പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ള് ഓപ്പൺ ചെയ്യാത്തത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 1349, 1349. അടുത്തത് സാരി നമ്പർ 5 ആണ്. യെല്ലോയും ഒരു ലാവൻഡർ വയലറ്റ് ഷെയ്ഡുമാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഇതെന്തായാലും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർബാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലൗസ് ഇങ്ങനെ വരും. കണ്ടോ, നല്ല ഭംഗിയാണ്. ഒരു കോൺട്രാസ്റ്റാണ്. ഇത് നല്ലൊരു കോട്ടൺ ഫീല് തരുന്ന കോട്ടൺ തന്നെയാണ് കേട്ടോ. വിത്ത് ബോർഡറാണ്. പല്ലു ഇതേപോലെ വരിക കേട്ടോ. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ പല്ലു വരിക. നല്ല ഭംഗിയാണ്. അടുത്തത് നമ്പർ 6 ആണ്. ഇതൊരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. വിത്ത് ബ്ലൂ കോമ്പിനേഷനാണ്. കണ്ടോ, ഇതേപോലെ വരിക കേട്ടോ. അതിൻ്റെ ബ്ലൗസാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ചാടി വീണത്. ഇതേപോലത്തെ കേട്ടോ. കണ്ടോ, പല്ലു ഇതേപോലെ ബ്ലൂവാണ് വരിക. ബ്ലൂ വിത്ത് ഈ ഒരു പാറ്റേൺ. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. പല്ലുവിൻ്റെ അവിടെ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ.
സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്ലൗസ് ഇതാണ് വരിക കേട്ടോ. ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് 1349, 1349. അടുത്തത് സാരി നമ്പർ 7 ആണ്. ഇതൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ബ്ലൗസും ഈ ഒരു കോമ്പിനേഷൻ സൂപ്പർബാണ്. എല്ലാ സാരിക്കും അതിൻ്റെ വിത്ത് ബ്ലൗസ് ഇങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ വരുന്നത് അടിപൊളി ലുക്കായിരിക്കും. ഇതേപോലെ വരിക കേട്ടോ സാരി. അടുത്തത് നമ്പർ 8 ആണ്. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരിക. എല്ലാം കോട്ടണിൽ വരുന്ന സാരീസാണ്. ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു കോമ്പിനേഷൻ വരിക. റേറ്റ് വരുന്നത് സെയിം ആണ്, 1349. ഇതിൻ്റെ പല്ലു നമ്മൾ എല്ലാ സാരീസിനും കാണുന്ന പോലെ തന്നെയാണ്. പല്ലു ഇങ്ങോട്ടും കൂടെ ആ ഒരു വൈറ്റൊക്കെ വരുന്ന സംഭവമാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ കേട്ടോ, ഒരു ഏഷ് ഗ്രേ വിത്ത് യെല്ലോ. മുന്നേ ഈ കളർ കോമ്പിനേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡിസൈൻ ചേഞ്ചാണ് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ആ ഒരു ചെക്ക് പാറ്റേൺ അല്ല, ലൈൻ പാറ്റേൺ ബോക്സിൽ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ലോവർ ബോർഡർ ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയാണ്. നല്ല ഡിസൈനാണ് കേട്ടോ. ഇതേപോലെ വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. കൊടുത്തു വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. അടുത്തത് സാരി നമ്പർ 10 ആണ്. ഇതേപോലെ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇവിടെ ഒരു ഗ്രേപ്പ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കണ്ടോ. എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മൾ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. ഇതേപോലെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു എല്ലാത്തിൻ്റെ ഒരു സെയിം പാറ്റേണിലാണ് കേട്ടോ. ഇങ്ങോട്ട് മടക്കി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യണില്ല. അടുത്തത് സാരി നമ്പർ 11 ആണ്. ഇതേപോലെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇതിലേത് കളറാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. ആലോചിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ല. പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സാരിയാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഇതേപോലെ വരുന്നത്. ഇതും നേരത്തെ ഈ കോമ്പിനേഷനും നമ്മൾ നേരത്തെ കണ്ടു, പക്ഷേ ഡിസൈൻ ചേഞ്ച് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇതേപോലെ വരും ഉടുത്ത് വരുമ്പോൾ. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ബ്ലൗസെല്ലാം പക്ക ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു കളർ ഈവൺ അല്ലാത്ത പോലെയൊക്കെ ചിലതിലുണ്ടാവും കേട്ടോ. അതങ്ങനെയാണ് ഇത് വരുന്നത്, ഈ ഫാബ്രിക് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് കളർ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം ബ്ലൗസ്. അടുത്തത് സാരി നമ്പർ 13 ആണ്. യെല്ലോ ആൻഡ് ഒരു വയലറ്റ് പർപ്പിൾ കോമ്പിനേഷനാണ്. ഇതേപോലെ ബ്ലൗസ് പീസ് വരും കേട്ടോ. കണ്ടോ, ഇതങ്ങനെ ഡിസൈനാണ്. ഇങ്ങനെ തന്നെയാണ് അത് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു എല്ലാത്തിൻ്റെയും കോൺട്രാസ്റ്റായിട്ട് അതിൽ ആ ഒരു ബോഡി കളറിൻ്റെ ഒരു ഡിസൈനുമായിട്ടാണ് വരിക കേട്ടോ. അടുത്തത് നമ്പർ 14 ആണ്. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ നമ്പർ കൂട്ടിയെടുക്കുക. കുറച്ചധികം നമ്പേഴ്സ് കാണിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് കേട്ടോ. അതായത് പല ഡിസൈൻസിൽ കളർ കോമ്പിനേഷനിൽ ലിമിറ്റഡ് പീസസ് ആണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, കോട്ടണിലാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ചൂടൊന്നും എടുക്കില്ല. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഈ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർബാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 15 ആണ്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ബ്ലൗസ് ഇങ്ങനെയാണ് വരിക കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ബാക്കിയൊക്കെ സെയിം. ബോഡി ഇങ്ങനെ, പല്ലു ഇങ്ങനെ ഒക്കെ ആയിട്ട് കണ്ടോ, ഇതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് നമ്പർ 16 ആണ്. ഒരു ലൈറ്റ് ഷെയ്ഡാണ് ബോഡി വരുന്നത്. ബോർഡേഴ്സ് നല്ലൊരു പിങ്ക് ഷെയ്ഡ്, ബ്രൈറ്റൻ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. ബ്ലൗസ് ഇങ്ങനെ വരുന്നത്. അടുത്തത് നമ്പർ 17 ആണ്. ഇതൊരു പീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ബോർഡേഴ്സ് ലൈറ്റ് ഷെയ്ഡിൽ. നേരത്തെ ഇതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ പോലത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഒരിക്കൽ കൂടെ ഞാനതിൻ്റെ ഒരു സീ ത്രൂ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക്. ഇതേപോലെ ആയിരിക്കും. കോട്ടണാണ്. ഇത് നമ്പർ 18 ആണ്. ഇതേപോലെ കേട്ടോ ഒരു ഗ്രീൻ ആൻഡ് ബർഗണ്ടി ഷെയ്ഡാണ് കോമ്പിനേഷൻ. ബ്ലൗസ് ഇങ്ങനെ വരും കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.
അടുത്തത് സാരി നമ്പർ 19 ആണ്. ഇതേപോലെ ഒരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു യെല്ലോയിഷ് കോമ്പിനേഷനാണ്. പല്ലു ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയുള്ളത് ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങോട്ടുണ്ട്, അത് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെയർ ചെയ്തിട്ടുള്ളതൊന്നും നമ്മളൊന്ന് മനസ്സിലോർത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും. അടുത്തത് നമ്പർ 20 ആണ്. നല്ലൊരു എന്താ പറയുക, ഇതേപോലൊരു ഗ്രേ കളറാണ്. അതിൽ ഡിസൈന് ബോർഡറിൽ പിങ്ക് ഷെയ്ഡാണ്. ബ്ലൗസ് ഇതേപോലെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ടാണ് പല്ലു. ഇങ്ങനെ സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു കളർ ഷെയ്ഡാട്ടോ. നല്ല കോമ്പിനേഷൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. അതിലിതാ ഇതേപോലത്തെ കോമ്പിനേഷൻ. ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 22. ഇതേപോലെ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരും. പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിന് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ ഒരു പാറ്റേൺ ആണ് പല്ലു വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. അടുത്തത് സാരി നമ്പർ 23 ആണ്. ഇതൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ നല്ല കളറാണ് കേട്ടോ. ഇത് ഡാർക്ക് ബ്ലൂ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇതേപോലത്തെ കോമ്പിനേഷൻ. ഇതിൻ്റെ പല്ലു ഇങ്ങനെ വരിക കേട്ടോ. കണ്ടോ, എല്ലാ സാരീസിൻ്റെയും റേറ്റ് സെയിം ആണ്. 1349, 1349 ഇതേപോലെ വരും. അടുത്തത് 24 ആണ്. ഇങ്ങനെ കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. മെറൂണിഷ് കളറ് ബോഡി, റെഡിഷ് മെറൂൺ, അതിൽ ലൈറ്റ് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ്. ബോർഡേഴ്സും പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. റേറ്റ് സെയിം ആണ്. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഇതേപോലെ കേട്ടോ ഡിസൈൻ വരുന്നത്. പല്ലു ഇങ്ങനെ കേട്ടോ ബ്ലാക്കാണ് വരുന്നത്. പിന്നെ എൻ പോർഷനിലായിട്ട് ഒരു വൈറ്റും ഒരു സെറി ബോർഡർ പോലെയും വരുന്നുണ്ട്. ബ്ലൗസ് ഇങ്ങനെ വരും. അടുത്തത് നമ്പർ 26 ആണ്. ഇതാ കണ്ടോ, ഇതേപോലത്തെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. അതിലിതാ ഇതേപോലത്തെ ഒരു ബർഗണ്ടി കളറാണ് കേട്ടോ വരുന്നത്. ബർഗണ്ടി പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് ഇതേപോലെ വരും കേട്ടോ. ഇതിൻ്റെ ലോവർ ബോർഡർ നല്ല രസമാണ്. അപ്പം ഞൊറിഞ്ഞ് കൊടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പല്ലു വരുന്നത് ഇതേപോലെ കേട്ടോ. കണ്ടോ, നല്ല രസമാണ് പല്ലു കാണാൻ. അടുത്തത് സാരി നമ്പർ 27 ആണ്. ഇതേപോലെ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇത്തിരി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പല്ലു ഇതേപോലെ കേട്ടോ, ബ്ലൂ ഇങ്ങനെയാണ് ആ ഒരു ഡിസൈൻ വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഡിഫറെൻറ്റ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. അടുത്തത് നമ്പർ 28 ആണ്. ഇതേപോലെ കേട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇത്രയും നമ്പേഴ്സിലാണ് വന്നിട്ടുള്ളത്. പല്ലു ഇതേപോലെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കോട്ടണിൽ വരുന്ന സാരീസാണ്. എല്ലാ സാരീസിൻ്റെയും റേറ്റ് വരുന്നത് 1349 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ്. ഏതെടുത്താലും സൂപ്പറാണ്. നല്ല കളർ കോമ്പിനേഷൻസാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളവർ അത്രയും പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. അവൈലബിൾ ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മെസ്സേജ് ചെയ്ത് അറിയിക്കുക. ഉടനെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ.
എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണ് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.